ഉഗ്രശാസനത്തിന്റെ ആൾരൂപമായി തുടർച്ചയായി 2 ഇടത് സർക്കാരുകളെ നയിച്ച പിണറായി വിജയന് 16ാം നിയമസഭയിൽ വേഷം പ്രതിപക്ഷ നേതാവിന്റേത്. യഥാക്രമം 91, 99 എന്നിങ്ങനെയായിരുന്നു 14ാം, 15ാം നിയമസഭകളിൽ ഇടത് അംഗബലമെങ്കിൽ ഇക്കുറി 35 എന്ന ദുർബല സംഖ്യയുമായാണ് UDF സർക്കാരിനെ പ്രതിപക്ഷത്തിന് നേരിടേണ്ടി വരിക. CPM ജില്ലാ നേതൃയോഗങ്ങളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായിയെ പരിഗണിക്കരുതെന്ന ആവശ്യം ഉയർന്നിരിക്കെയാണ് മറിച്ചുള്ള തീരുമാനവുമായി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മുന്നോട്ടു പോകുന്നത്. CPM-ൽ മറ്റെല്ലാ പേർക്കും പ്രായപരിധി നിർബന്ധമായിരിക്കെ അതൊന്നും ബാധകമല്ലാത്ത പിണറായി വിജയൻ 102 എന്ന മൃഗീയ ഭൂരിപക്ഷമുള്ള UDF സർക്കാരിനെ 35 എന്ന ദുർബലമായ സംഘബലം കൊണ്ട് നേരിടാൻ പോകുന്നത് 82ാം വയസ്സിലേക്ക് അടുക്കുന്ന പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ ധാർഷ്ട്യമാണ് ഇടതു തോൽവിക്ക് പ്രധാന കാരണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ വിമർശനമുയർന്നിരുന്നു. 2ാം നിരയില്ലാത്ത വിധം CPM-നെ ദുർബലമാക്കിയത് പിണറായിയുടെ ഏകാധിപത്യ സ്വഭാവമെന്ന ആക്ഷേപവും ഇരട്ടച്ചങ്കരെന്ന് ഒരു കാലത്ത് സ്തുതിപാഠകർ പാടിപ്പുകഴ്ത്തിയ പിണറായി നേരിടേണ്ടി വരുന്നു. KN ബാലഗോപാൽ ഒഴികെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ മറ്റൊരു പേരില്ലാത്തതിന് ഇതിന് ദൃഷ്ടാന്തമായി വിമർശകർ ഉയർത്തിക്കാട്ടുന്നു. 16 വർഷം പാർട്ടി സെക്രട്ടറി, തുടർന്ന് 10 വർഷം മുഖ്യമന്ത്രി. 1/4 നൂറ്റാണ്ടിലധികം ഇത്തരം സൗകര്യങ്ങളിൽ ജീവിച്ച പിണറായിക്ക് അധികാരത്തിന്റെ ശീതളിമയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ചിന്താഗതി മാറിയോ? പിണറായി ഉത്തമ കമ്മ്യൂണിസ്റ്റാണോ? ചോദ്യങ്ങൾ പലതുയരുന്നുണ്ട് സമൂഹത്തിൽ. സഭയ്ക്കകത്തും പുറത്തും പിണറായിക്ക് അത്ര കണ്ട് അനുകൂലമല്ല കാര്യങ്ങൾ. ഇതൊക്കെയാണെങ്കിലും പിണറായി തന്നെയാണ്. ആളിക്കത്തുന്ന ഫയർ ബ്രാൻഡിന് UDF-നെ ചുട്ടരിക്കാൻ സ്വയം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ധിഷണയുണ്ട്. അത് കാലം നമുക്ക് കാട്ടിത്തന്നിട്ടുമുണ്ട്. ഈ പരാജയം CPM-ന്റെയോ LDF-ന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഇതുപോലുള്ള അനേകം ഘട്ടങ്ങൾ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല, കൂടുതൽ ജനപിന്തുണയോടെ, കൂടുതൽ കരുത്തോടെ CPIM-ഉം LDF-ഉം തിരിച്ചു വരും. VV വിനോദ്, ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്പീക്കർ സ്ഥാനത്തേക്ക് BJP മത്സരിക്കും. BB ഗോപകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP NDA-ന്റെ ചരിത്രത്തിൽ ഇന്ന് ഒരു ഏറെ സന്തോഷകരമായ ദിവസമാണ്. ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് 3 MLA-മാർ നിയമസഭയിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നു. അത് ഞങ്ങൾക്ക് എത്രയോ കൊല്ലമായി പാർട്ടിൻ്റെയും മുന്നണിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ട്, ജനങ്ങളുടെ 30 ലക്ഷം ജനങ്ങളുടെ പിന്തുണയുടെ ഒരു ഫലമായിട്ട് ഞങ്ങൾ കാണുന്നത്. എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാൻ ആദ്യം ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ അസംബ്ലിയുടെ ഉള്ളിലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.